മികച്ച അംഗൻവാടി പ്രവർത്തകയ്ക്കുള്ള കേരള സംസ്ഥാന അവാർഡ് ലഭിച്ച നുച്ച്യാട് അംഗൻവാടി ടീച്ചർ സത്യഭാമയ്ക്ക് അനുമോദന പരിപാടി സംഘടിപ്പിച്ചു. 1994-2000 ബാച്ച് പൂർവ്വ വിദ്യാർത്ഥികളാണ് പരിപാടി സംഘടിപ്പിച്ചത്. പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ നിഷിത AC സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ സിറാജുദ്ദീൻ PV അധ്യക്ഷനായി. നുച്ച്യാട് വാർഡ് മെമ്പർ M അസീസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഒരു നാട്ടിലെ ഇന്നത്തെ ചെറുപ്പക്കാരിലെ ഒരു 90% പേര് നമ്മുടെ ടീച്ചർ പഠിപ്പിച്ചിട്ടുണ്ട്, വളർത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് പറയാം. പഠിപ്പിച്ചിട്ടുണ്ട് നമുക്ക് പറയുന്നതിനേക്കാൾ ഉപരി അവരെ വളർത്തിക്കൊണ്ടുവന്നിട്ടുണ്ടെന്ന് നമുക്ക് പറയാം. കാരണം എന്താ അറിയോ, 3ാം ക്ലാസ് 5 വയസ്സ് വരെ ഒന്നും കാര്യമായിട്ടൊന്നും പഠിക്കാനുണ്ടാവില്ല. അതിനേക്കാൾ ഉപരി അവരെ ചേർത്ത് പിടിച്ച് വളർത്തിക്കൊണ്ടുവരികയാണ് ചെയ്തത്. അംഗൻവാടിയിലെ ടീച്ചർമാരെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അവർ സ്വന്തം കുഞ്ഞുങ്ങളെ മടിയിലെടുത്ത് വളർത്തും പോലെയാണ് അവർ എല്ലാവരുടെയും മക്കളെ വളർത്തുന്നത്. ആ ഒരു നന്ദി നിങ്ങൾ ടീച്ചറോട് കാണിക്കുന്നുണ്ട് എന്ന് നമ്മുടെ ഇവിടെ തന്നെ ഇപ്പൊ 2ാമത്തെ പരിപാടിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ടീച്ചർക്ക് നമ്മുടെ നാട്ടിലെ ടീച്ചറെ കൊണ്ട് കിട്ടിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ഒരുപാട് ശിക്ഷകണങ്ങളുള്ള ഒരുപാട് കുട്ടികളെ പഠിപ്പിക്കാനും അവരെ വളർത്താനൊക്കെ കഴിഞ്ഞു എന്നുള്ളത് അവരുടെ ഒരു ഭാഗ്യമാണ്. നമുക്കുണ്ടായ ഭാഗ്യം. അതോടൊപ്പം തന്നെ നമ്മുടെ നാടൊന്നും അത്ര അറിയപ്പെടുന്നൊരു നാടൊന്നുമല്ല. ചുറ്റുവട്ടത്തൊക്കെ അറിയപ്പെടുക എന്നല്ലാതെ പുറമേ ഒന്നും അറിയപ്പെടില്ല. പക്ഷെ ഇന്നിപ്പോ കേരളം ഒട്ടാകെ ഈ ഒരു ടീച്ചറെ കൊണ്ട് നമ്മുടെ നുച്ച്യാടിനെ അറിയപ്പെടാൻ തുടങ്ങിയിരിക്കുകയാണ്. നുച്ച്യാട് മുൻ വാർഡ് മെമ്പർ സമീറ പള്ളിപ്പാത്ത്, ഇരിക്കൂർ പ്രൊജക്ട് ICDS ലീഡർ ലിസി തോമസ്, ഉളിക്കൽ FHC ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് CG OS, നുച്ച്യാട് വാർഡ് ആശാ വർക്കർ ഷീജ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. 2024-25 വർഷത്തെ മികച്ച അംഗൻവാടി പ്രവർത്തകയ്ക്കുള്ള കേരള സംസ്ഥാന അവാർഡ് നേടിയ MG സത്യഭാമ, നുച്ച്യാട് അംഗൻവാടിയിലെ പൂർവ്വ അധ്യാപിക ശ്രീമതി K, നുച്ച്യാട് അംഗൻവാടി അധ്യാപിക MK അജിത എന്നിവർ അനുമോദനം ഏറ്റുവാങ്ങി. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. പ്രോഗ്രാം കമ്മിറ്റി അംഗം അബ്ദുൽ സലാം V ചടങ്ങിന് നന്ദി അറിയിച്ചു. 2 തലമുറകളെ പഠിപ്പിക്കാനുള്ള ഭാഗ്യം കിട്ടിയ ഏക അംഗൻവാടി ടീച്ചറും ഞാൻ തന്നെയാണ്. കാരണം നുച്ച്യാട് ആയതുകൊണ്ട് അറിയാലോ, ആ ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ നുച്ച്യാട് നാട്ടിലെ 94 സെപ്റ്റംബർ 1 അംഗൻവാടിയിൽ വന്നപ്പോൾ നമ്മുടെ KC ജോസഫ് MLA അവർക്കാണ് ഉദ്ഘാടനം ചെയ്തത്. അന്ന് മല്ലപ്പൂരൊക്കെയാണ് നമ്മുടെ വാർഡ് മെമ്പർ. ഇപ്പൊ ഞാൻ വന്ന ഉടനെ തന്നെ ഫസ്റ്റിലായതുകൊണ്ട് നമുക്കൊന്നും ചെറിയ പ്രായമാണെന്നൊന്നും അറിയില്ല. എങ്കിലും മൊയ്തൊക്കെ എന്നോട് അന്ന് പറഞ്ഞിട്ടുണ്ട്, നീ കാർത്തിയമ്മയുടെ മോളല്ലേ, നീ ഒന്നും പഠിക്കണ്ട, ഇവിടെ തന്നെ ജോലി ചെയ്തു. സത്യമായിട്ടും അതെ. ഞാനും ശ്രീമതിയും അംഗൻവാടിയിൽ എത്തിയപ്പോൾ തന്നെ ഇങ്ങനെ ഇത്രയും കുട്ടികളെ എങ്ങനെ ഇന്ന് ഓർമ്മിക്കുന്നു, എത്രയും കുട്ടികളെ തന്നെ അന്ന് എങ്ങനെ നോക്കിയെന്ന്. മൈനിക്കേന്റെ കടയിലാണ് ഞങ്ങൾ ഉദ്ഘാടനം ചെയ്ത് ആദ്യമായി എത്തിയത്. അപ്പോൾ 84-86 കുട്ടികൾ അംഗൻവാടിയിലുണ്ട്. പ്രിയമുള്ളവരെ, ഒരു അംഗൻവാടി ടീച്ചർക്ക് ഏറ്റവും മികച്ച അവാർഡ് കിട്ടുക എന്നുള്ളത് അവരുടെ ജീവിതം ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ അംഗൻവാടി പ്രവർത്തനത്തിൽ ഇവർക്ക് ഇത്തരത്തിലുള്ള ഒരു അംഗീകാരം കിട്ടിയിട്ടുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. പിന്നെ മറ്റൊന്ന് പറയാനുള്ളത്, പ്രിയമുള്ളവരെ, ഈ പരിപാടി ആസൂത്രണം ചെയ്തപ്പോൾ നമ്മുടെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെയാണ്. കാരണം ഞാനും ഉണ്ടായിട്ടില്ല. ഞാൻ കാസർഗോഡ് ഇപ്പോൾ നവോദയ ഹയർ സെക്കൻഡറി ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പൊ എനിക്ക് അവിടെ അങ്ങോട്ട് വരാനുള്ള സാഹചര്യം ഇല്ല. പക്ഷെ നമ്മൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെ നമ്മുടെ മൻസൂറി, പിന്നെ കുറച്ച് ആളുകൾ, സമീറ, ഷരീഫ തുടങ്ങിയിട്ടുള്ള കുറച്ച് ആളുകളോട് ഈ കാര്യങ്ങൾ ഒന്ന് സംസാരിക്കുകയും ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുകയും, അങ്ങനെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെ ഏകദേശം 100 അംഗങ്ങൾ അതിനകത്ത് ഇപ്പോൾ നിലവിലുണ്ട്. ഇന്നാണ് കുറച്ചും കൂടെ ആഡ് ആയെന്ന് തോന്നുന്നു. കാരണം ഇപ്പോഴും അത് ഗ്രൂപ്പിൽ നമ്പർ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ 100 ആളുകൾ ഏകദേശം അതിനകത്ത് വിദേശത്തും സ്വദേശമുള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി ആ കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തപ്പോ ഈ നാട്ടിലെ പ്രിയപ്പെട്ട എന്റെ സഹോദരന്മാര് വളരെ ആവേശത്തോടെ, സത്യ ടീച്ചറല്ലേ, ടീച്ചർക്ക് എന്തായാലും ഒരു അനുമോദനം കൊടുക്കണം എന്ന് വളരെ ആവേശത്തോടെ പറയുകയും, നീ ഇനീഷ്യേറ്റീവ് എടുത്തത് വളരെ നന്നായി. അങ്ങനെ ഞാനൊരു കമ്മിറ്റി രൂപീകരിച്ചു. കമ്മിറ്റി രൂപീകരിച്ചതിന് ശേഷം പ്രിയപ്പെട്ട ടീച്ചറോട് ഇക്കാര്യം അവതരിപ്പിച്ചു. ഞങ്ങൾ ഒരു പ്രോഗ്രാം നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട്, അതിനൊരു സമയം വേണം. അങ്ങനെ സമയം പറഞ്ഞപ്പോഴാണ് വെള്ളിയാഴ്ച സ്കൂളിലെ വാർഷികമാണ്, ശനിയാഴ്ച സെക്കൻഡ് സാറ്റർഡേ, അങ്ങനെയാണെങ്കിൽ ഞായറാഴ്ച, കാരണം അടുത്ത ഞായറാഴ്ചത്തേക്ക് സമയമില്ല, അതുകൊണ്ട് തന്നെ ഞായറാഴ്ച ഫിക്സ് ചെയ്യും നമ്മുടെ പ്രിയപ്പെട്ട ആളുകളെ അറിയിച്ചുകൊണ്ട് പിന്നെ ഈ പരിപാടി ആസൂത്രണം ചെയ്യുകയാണ് ചെയ്തത്.